മെഷ് അനാലിസിസ് യൂസ് ചെയ്ത് ഒരു 2 മെഷ് നെറ്റ്വർക്ക് എങ്ങനെ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് 3 മെഷ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. മെഷ് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ നാല് സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ അനാലിസിസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള 4 ആണ്. ഫസ്റ്റ് വൺ ഈസ് ഐഡന്റിഫൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മെഷസ്. സെക്കൻഡ് വൺ നമ്മൾ മെഷ് കറണ്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. കൂടെ ഓരോ എലമെന്റിന്റെയും മെഷിലുള്ള ഓരോ എലമെന്റിന്റെയും പൊളാരിറ്റി ലേബൽ ഈ 3 മെഷിലേക്കും ആണെങ്കിൽ അതിലെ 3 മെഷിലേക്ക് നമ്മൾ അങ്ങനെ KVL അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലാണ് ആ 3 കാൽക്കുലേറ്റ് ആണ് ചെയ്യുന്നത്. ഫോർ മെഷ് കറന്റ് അനാലിസിസ് ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ തന്നെ 3 മെഷ് കറന്റ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഓരോ മെഷും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ റെസിസ്റ്റർ എലമെന്റിലും പൊളാരിറ്റി അതിന് നമ്മൾ കറണ്ട് n point is taken as positive and current point is taken as negative. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ മെഷിൽ I1 കറണ്ട് അസൈൻ നോക്കൂ, അത് ക്ലോക്ക് കൊടുത്തു. മെഷ് 2 I2 കറണ്ട് അസൈൻ ചെയ്തിരിക്കുന്നു. മെഷ് 3 കറണ്ട് അസൈൻ ചെയ്തിരിക്കുന്നു. നമ്മൾ മെഷ് കറണ്ട് എടുക്കുമ്പോൾ അസ്യൂം ചെയ്യുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്നാണ് ചെയ്യുന്നത്. കിട്ടിയാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഫസ്റ്റ് മെഷിൽ നോക്കൂ, 4 എലമെന്റ് ഉണ്ട്. 7 വോൾട്ട് എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. 1 ഓം റെസിസ്റ്റർ, 6 വോൾട്ടേജ് സോഴ്സ്, പിന്നെ ഉണ്ട്. സെക്കൻഡ് മെഷില് 3 എലമെന്റ്സ് ആണ് ഉള്ളത്. 2 ഓം റെസിസ്റ്റർ ഉണ്ട്, 1 തേർഡ് വീണ്ടും 4 എലമെന്റ്സ് ആണ് ഉള്ളത്. ഒരു 1 ഓം റെസിസ്റ്റർ, then 2 ഓം റെസിസ്റ്റർ, വോൾട്ടേജ് സോഴ്സ് ആൻഡ് 3 ഓം റെസിസ്റ്റർ. എഴുതുമ്പോൾ അതായത് KVL അപ്ലൈ ചെയ്ത് ഇക്വേഷൻ എഴുതുമ്പോൾ എലമെന്റ്സ് ഉണ്ടോ അത്രയും എലമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ എലമെന്റിന്റെ വാല്യൂസ് നമ്മളുടെ ആവും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് മെഷില് KVL അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എത്ര ടേംസ് ഉണ്ടാവും? 4 എന്നുള്ളത് കൊണ്ട് ടേംസ് അതിലുണ്ടാവും. സോ KVL മെഷ് 1 മെഷ് 1ൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. നമ്മുടെ കറണ്ട് I1 അസ്യൂം ചെയ്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് ദ കറണ്ട് മൈനസ് ടു that is negative to positive in 7 volt source as positive. അതിനുശേഷം എലമെന്റ് കൺസിഡർ ചെയ്ത് 1 ഓം റെസിസ്റ്റർ ഫസ്റ്റ് സർക്യൂട്ട് തേർഡ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. നമ്മൾ മെഷ് 1 കൺസിഡർ, അതായത് മെഷ് 1ൽ നമ്മൾ KVL അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് I1 കറണ്ട് I2 കറണ്ട് ആണ് എന്നാണ്. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്താണ്? വലിയ കറണ്ടിൽ നിന്ന് രണ്ടും 2 ഡയറക്ഷൻ കൂടെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. അപ്പൊ I1 കറണ്ട് കൊണ്ട് I2 എന്ന് വരും. പിന്നെ കറണ്ട് പോസിറ്റീവ് ലീവിങ് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ -1 into I1 minus I2 എന്ന് കൊടുക്കും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എലമെന്റ് ഈസ് ദിസ് 6 വോൾട്ട് വോൾട്ടേജ് സോഴ്സ്. ഓൾറെഡി വോൾട്ടേജ് ആണ്, നമ്മൾ 6 എന്ന് എടുത്തു. ഇനി അവിടെ പോസിറ്റീവ് നെഗറ്റീവ് അതുകൊണ്ട് പ്ലസ് ആണ് പോകുന്നതെങ്കിൽ മൈനസ് എന്ന് എടുക്കും. അതുകൊണ്ട് -6 എന്ന് എടുത്തു. 2 ഓം, ഈ 2 ഓം നമ്മൾ പൊളാരിറ്റി +2. ഹിയർ വി ആർ ടേക്കിംഗ് ദിസ് ആൻഡ് ഈ 2 ഓം റെസിസ്റ്ററിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. I1 കറണ്ടും ഫ്ലോ ചെയ്യും. ഇവിടെ I3 കറണ്ടും 2 ഡയറക്ഷനിലാണ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ I1 ഹയർ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. -1 കഴിഞ്ഞു. 4 എലമെന്റ്സ് 4 ടേംസ് ഇവിടെ. സോ ഈക്വൽ ടു 0 നമ്മൾ അവിടെ കൊടുത്തു. ഇനി സിംപിൾ ബ്രാക്കറ്റ് I1 ടേംസും I2 എഴുതി +7 വോൾട്ടും -6 വോൾട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടും കൊണ്ട് +1 അതിവിടെ നമ്മൾ കൊടുത്ത ശേഷം നോക്കൂ, I1 ടേംസ് എത്ര ഉണ്ട്? -I1 ഇവിടെ ഉണ്ട്,
2i1 ഉണ്ട് അല്ലെ, രണ്ട് ടേംസ്, അതിനെ രണ്ടിനെയും കൂടെ നമ്മൾ -3 എടുത്തു, i പ്ലസ് i2 3. So it's simplified as -3 plus 3 equal to -1. ഈ ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്, ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് -1 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫോമിൽ കാൽക്കുലേറ്ററിലേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഓരോ എലമെന്റ് ഇക്വേഷൻ, ഈ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ ഓരോ എലമെന്റിന്റെയും സൈൻ നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ഈ ലാസ്റ്റ് ഇക്വേഷൻ വന്നിരിക്കുന്നത് 3i1 minus i2 minus 2i3 equal to മെഷ് 2. മെഷ് 2-ല് 3 എലമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്, അത് മൂന്നും റെസിസ്റ്റർ എലമെന്റ്സ് ആണ്. സോ +2 മൈനസ് ആണ് വരുന്നത്, -i2. ഇനി റെസിസ്റ്റർ സെക്കൻഡ് മെഷിലും ഷെയർ ചെയ്യുന്നത് -2 ആണ് ഹയർ എന്ന് എടുക്കുന്നത്. സോ -1 into i2 1 equal to 0. ഇപ്പൊ നമ്മൾ എഴുതിയ ഇക്വേഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. വിൽ ഗെറ്റ് -3i2 plus 3i -1 equal to 0 എന്ന് കിട്ടി. ജസ്റ്റ് ഈ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തേ ഉള്ളേ. അതിനുശേഷം i1ന്റെ ടേംസ് ഒരുമിച്ച് എഴുതി, പ്ലസ് i1 മാത്രമേ ഉള്ളൂ, മൈനസ് i2ന്റെ ടേംസ് ഉണ്ട് ഇവിടെ, 2i2 -3i2 then -i2 is -6i2. ടേംസ് ഒന്നേ ഉള്ളൂ, ടേം പ്ലസ് 0 കൊടുത്തു. ഇനി ആ ഇക്വേഷനിലെ ഓരോ എലമെന്റ്സിന്റെയും സൈൻ റിവേഴ്സ്, i1 പ്ലസ് 6 -3i3 0. ഇക്വേഷൻ നമ്പർ 2. Again applying KVL to mesh 3. 3ലും 4 എലമെന്റ്സ് ആണ്, i3 മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. 1 again ഇവിടെ i3യും i1 ഫ്ലോ ചെയ്യുന്നുണ്ട്. മെഷ് i2, so -2 into -i1. Then comes the 6 volt voltage source. വോൾട്ടേജ് സോഴ്സിന്റെ -2 പ്ലസ് ആയതുകൊണ്ട് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് വന്നു. സോ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് +6. then 3 ohm റെസിസ്റ്റർ ഉണ്ട് ബിറ്റ്വീൻ തേർഡ് മെഷ്. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, 3 വാല്യൂ ഗ്രേറ്റർ ആയിട്ട് എടുത്തു, -3 minus i2 equal to 0 എന്ന ആ ഇക്വേഷൻ നമ്മൾ കൊടുത്തു. Again we are expanding ഈ -3i3 minus 2i3 plus 2i1 6 minus 3 equal to 0. 2i1 plus 3i2, i3യുടെ ടേംസ് ഇവിടെ 3 ടേംസ് ഉണ്ട്, ചെയ്തപ്പോൾ -6i3. ക്ലിയർ ആണല്ലോ. ഇനി ആ equation as -2i1 minus 2 plus 6i3 equal to 6. 3 ഇക്വേഷനും നമുക്ക് കിട്ടി. നമ്മൾ ആ 3 ഇക്വേഷനെ, that is equation number 1 minus i2i3 equal to, second equation is -i1 plus 6i2 3i3 equal to 0. third equation 2i1 minus 3i2 plus 6i3 6. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 3 ഇക്വേഷൻസ്. ഈ 3 ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ മോഡ് ഓപ്ഷൻ എടുത്തിട്ട് മോഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക, അതിന്റെ മോഡിലേക്ക് കൊണ്ടുവരിക. ഇക്വേഷനിൽ ഇവിടെ അൺനോൺസ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് 3 അൺനോൺസ് ആണ്, 2i3 3 അൺനോൺസ്, നമ്പർ ഓഫ് അൺനോൺസ് 3 എന്ന് കൊടുക്കുക. പിന്നെ ഈക്വൽ വാല്യൂ കിട്ടുന്ന ആ ഒരു ഇക്വേഷന്റെ ഫോം നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇക്വേഷൻ അല്ലെങ്കിൽ മെട്രിക്സ് ഫോമിൽ വരുന്നത്, നമുക്ക് ഈ ഓരോ വാല്യൂസും അതിൻ്റെ അകത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഈക്വൽ ടു ഡയറക്ട്ലി i1ന്റെ വാല്യൂ 3 ആംപിയർ എന്നും 2 ആംപിയർ എന്നും i3യുടെ വാല്യൂ 3 ആംപിയർ എന്നും. ക്ലിയർ ആണല്ലോ? Okay, thank you all.